ധ്യാനിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും വലിയ ശത്രു ഉറക്കമാണ്. ആരോ പറയുന്നു, അല്ല സദ്ഗുരു, സെൽഫോണാണ്. നമ്മുടെ ഈ ഉഷ്ണമേഖലയിലെ അത്ഭുതകരമായ 3 പഴങ്ങളാണത്. അത് കഴിച്ചാൽ ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടും. ശരിക്കും ഒരു വിസ്മയമാണത്. ലിംഫാറ്റിക് സിസ്റ്റം ശരീരത്തിലെ ദ്രാവകങ്ങളെ നിയന്ത്രിക്കുകയും നിങ്ങളെ ശല്യപ്പെടുത്തുന്ന പുറത്തുനിന്നുള്ള സൂക്ഷ്മജീവികളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. പരുക്കുകളും നീർക്കെട്ടുമൊക്കെ ഇത് പരിഹരിക്കുന്നു. പരുക്കെന്ന് വെച്ചാൽ ശാരീരികമായത് മാത്രമല്ല, കോശതലത്തിൽ നീർക്കെട്ടുകൾ ഉണ്ടാകാം. അത് കൃത്യമായി കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ, കോശങ്ങളിലെ അവശിഷ്ടങ്ങൾ, അതൊക്കെ നീക്കം ചെയ്യണം. ഇല്ലെങ്കിൽ അത് കുന്നുകൂടി വിഷാംശമായി മാറും. ക്യാൻസർ കോശങ്ങളെയും ഇത് നശിപ്പിക്കുന്നു. അപ്പോൾ ശരീരത്തിലെ ലിംഫാറ്റിക് സിസ്റ്റം എന്നത് ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണ്. പക്ഷെ ശരീരത്തിലെ ഉന്മേഷം നിലനിർത്തണമെങ്കിൽ നിങ്ങളുടെ ലിംഫാറ്റിക് സിസ്റ്റം ഊർജ്ജസ്വലമായിരിക്കണം. ഈ ലിംഫാറ്റിക് അവയവങ്ങളിൽ ഏറ്റവും പ്രധാനം പ്ലീഹയാണ്. മറ്റുള്ളവ ചിലപ്പോൾ നിങ്ങൾ ഓപ്പറേഷൻ വഴി നീക്കം ചെയ്തിട്ടുണ്ടാവാം. ടോൺസിൽസ് ഉണ്ടോ? അതോ പോയോ? അപ്പൻഡിക്സ് ഉണ്ടോ? അതോ കളഞ്ഞോ? ഇപ്പോൾ ഡോക്ടർമാർ അത് ചെയ്യാറില്ല. അല്ലെങ്കിൽ പണ്ട് ഞങ്ങൾ വളരുന്ന കാലത്ത് ടോൺസിൽ നീക്കം ചെയ്യുന്നത് പതിവായിരുന്നു. 13-14 വയസ്സാകുമ്പോഴേ അത് എടുത്തു കളയും. ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് മാത്രമാണ് അത് നീക്കം ചെയ്യാതിരുന്നത്. വെറുതെ ടോൺസിലും അപ്പൻഡിക്സും ഒക്കെ എടുത്തു മാറ്റും. ഇനി വേറെ എന്തിനെങ്കിലും വയറ് കീറേണ്ടി വന്നാൽ കൂടെ അപ്പൻഡിക്സും കൂടെ എടുത്തു കളയും. ഇതൊരു പതിവായിരുന്നു. ഭാഗ്യത്തിന് ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഇതൊക്കെ ലിംഫാറ്റിക് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന അവയവങ്ങളാണ്. ഇതിനെ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നത് ശരീരത്തിന്റെ ഉന്മേഷം അനുഭവിച്ചറിയുന്നതിന് വളരെ അത്യാവശ്യമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ അറിയാതെ തന്നെ ഒരു രോഗം വന്ന കോഴിയെപ്പോലെ നിങ്ങളായിത്തീരും. അതുകൊണ്ട് കണ്ണുകളടച്ച് ധ്യാനിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, കാരണം ഒരു മനുഷ്യന്റെ കണ്ണുകളടച്ച് ജാഗ്രതയോടെ ഇരിക്കണമെങ്കിൽ ശരീരത്തിന്റെ ഉന്മേഷം ഒരു പ്രത്യേക നിലയിൽ നിലനിർത്തേണ്ടതും ശരീരത്തിലെ മാലിന്യങ്ങൾ കൃത്യമായി പുറന്തള്ളേണ്ടതുമെല്ലാം വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. കാരണം ധ്യാനിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ ശത്രു ഉറക്കമാണ്. ഇവിടെ ഒരാൾ ഇങ്ങനെ കാണിക്കുന്നു, അല്ല സദ്ഗുരു, സെൽഫോണാണ്. I want to meditate, but that's a different problem. പക്ഷേ ദീർഘനേരം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ശത്രു ഉറക്കമാണ്. കണ്ണുകൾ അടച്ചുപിടിച്ച് നല്ല ഉന്മേഷത്തോടെയും ഉണർവോടെയും ഇരിക്കാൻ നിങ്ങളുടെ ലിംഫാറ്റിക് പ്രക്രിയ സജീവമായി നടക്കേണ്ടത് വളരെ പ്രധാനമാണ്. ശരീരത്തിൽ കൃത്യമായ ശുദ്ധീകരണം നടക്കുന്നുണ്ടാവണം. അതുകൊണ്ടാണ് നിങ്ങളുടെ രാവിലെയുള്ള സാധനകൾ ഇത്ര പ്രധാനമാകുന്നത്. പ്രത്യേകിച്ച് ഹഠയോഗയോ സൂര്യക്രിയയോ ശക്തിചലനക്രിയയോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിംഫാറ്റിക് സിസ്റ്റം ഉണർന്നിരിക്കും. നിങ്ങൾക്ക് 45-50 വയസ്സിന് താഴെയാണെങ്കിൽ സാധനകൾ കൊണ്ടുതന്നെ ഇതിനെ മികച്ച രീതിയിൽ കൊണ്ടുപോകാം. സാധന അതിന് പര്യാപ്തമാണ്. എന്നാൽ നിങ്ങൾ സാധന തുടങ്ങിയത് വൈകിയാണെങ്കിൽ, ഒരു വിരമിക്കൽ കാലത്തൊക്കെയാണ് തുടങ്ങിയതെങ്കിൽ, അപ്പോൾ കുറച്ചുകൂടി സഹായം ആവശ്യമായി വരും. നിങ്ങളുടെ ദാഹം മാറാൻ ആവശ്യമായതിനേക്കാൾ വെള്ളം കുടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. 20-25% കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ മരുന്നുകളൊന്നും കഴിക്കുന്നില്ലെങ്കിൽ, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ മൂത്രം തെളിഞ്ഞ വെള്ളം പോലെ ഇരിക്കും. മറ്റു കളറൊന്നും ഉണ്ടാവില്ല. മരുന്ന് കഴിക്കുന്നത് കൊണ്ടല്ലാതെ. അതിന് നിറവ്യത്യാസം ഉണ്ടാവരുത്. അത് വെള്ളം പോലെ ആയിരിക്കണം.
അതിന് നിറമുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഇത് വളരെ പ്രധാനമാണ്. ശരീരത്തിലെ ദ്രാവകങ്ങൾ നന്നായി നിയന്ത്രിക്കപ്പെടുക എന്നത് വളരെ പ്രധാനമാണ്. കാരണം അവ ശരീരത്തിൽ ചുറ്റി സഞ്ചരിച്ച് അവിടുത്തെ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യേണ്ടതുണ്ട്. ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഒട്ടേറെ അവശിഷ്ടങ്ങളും അശുദ്ധികളും ഉണ്ടാക്കുന്നുണ്ട്. അവ കാര്യക്ഷമമായി നീക്കം ചെയ്യപ്പെടണം. നിങ്ങളിൽ പലർക്കും അത് സംഭവിക്കുന്നില്ലെങ്കിൽ പലർക്കും അത് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ 35-40 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾ അല്പം നേരത്തെ എഴുന്നേറ്റ് കുറച്ചുകൂടി സാധന ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ത്രിഫല എന്ന പേരുള്ള ഒന്നുണ്ട്. നമ്മുടെ ഈ ഉഷ്ണമേഖലയിലെ അത്ഭുതകരമായ 3 പഴങ്ങളുടെ കൂടിച്ചേരലാണ് ഇത്. ത്രിഫല ശരിയായ അളവിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ അല്പം പാലിലോ തേനിലോ ചേർത്ത് കഴിച്ചാൽ ശരീരത്തിലെ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെടുന്നതാണ്. ശരിക്കും ഒരു വിസ്മയമാണത്. ഞാൻ സാധാരണ ഇത്തരം സാധനങ്ങളൊന്നും കഴിക്കാറില്ല. എങ്കിലും നമ്മുടെ ഇവിടെ ഷോപ്പിൽ കിട്ടുന്ന ത്രിഫല വളരെ നല്ലതാണെന്ന് പലരും പറഞ്ഞു. ആയിരിക്കാം, എനിക്കറിയില്ല. എങ്കിലും നിങ്ങളത് പരീക്ഷിച്ചു നോക്കൂ. ലിംഫാറ്റിക് സിസ്റ്റത്തെ സജീവമാക്കാൻ ത്രിഫല വളരെയേറെ സഹായിക്കും.